വിവാഹമൊക്കെ ആയിരുന്നെങ്കിലും അത്ര സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരുന്നില്ല പ്രണവും ശരണ്യയും. തയ്യിലെ സംഭവം നടന്ന വീട് ശരണ്യയുടെ വീടാണ്. പ്രണവുമായി തെറ്റിയിരുന്ന ശരണ്യ കുറച്ചുകാലമായി ഈ വീട്ടിലാണ് താമസം. പ്രണവ് വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരാറായിരുന്നു പതിവ്. തൻ്റെ മകളെയും കുഞ്ഞിനെയും നോക്കാത്ത പ്രണവ് ഈ വീട്ടിൽ വരുന്നത് ശരണ്യയുടെ അച്ഛന് താല്പര്യമുണ്ടായിരുന്നില്ല. വീട്ടിൽ വരരുതെന്ന് അയാൾ പ്രണവിനോട് കർശനമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ രാത്രിയിൽ കടലിൽ പണിക്ക് പോയതിനു ശേഷമാണ് പ്രണവ് ശരണ്യയുടെ വീട്ടിലെത്തിയത്. അതും ഇങ്ങോട്ടാവശ്യപ്പെട്ടാണ് പ്രണവ് വന്നതെന്നുകൂടി ശരണ്യ മൊഴി നൽകിയതോടെ സംശയം സ്വാഭാവികമായും തിരിഞ്ഞു. അത്രയും കാലം ഭാര്യയെയും കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കാത്ത പ്രണവ് എന്തിന് കൃത്യം നടന്ന അന്ന് തന്നെ വീട്ടിലെത്തി? അതും അച്ഛൻ കടലിൽ പണിക്ക് പോയ സമയം തന്നെ നോക്കി എന്തിനവിടെ വന്നു? ശരണ്യ ഉൾപ്പെടെ പലരുടെയും ചോദ്യം അതുമാത്രമായിരുന്നു. എന്തിനാ പ്രണവ് അന്നേ ദിവസം തന്നെ കൃത്യമായി ആ വീട്ടിലെത്തി? ആ 1.5 വയസ്സുകാരനെ പുലിമുട്ടിലെറിഞ്ഞു കൊന്നത് സ്വന്തം അച്ഛൻ തന്നെയോ? എങ്കിൽ എന്തിനാ? തയ്യിൽ കൊലപാതകത്തിന്റെ മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.